അസുരവിത്ത് എന്ന നോവലിൻ്റെ 55-ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അവർ രണ്ടുപേരും മാനന്തവാടിയിലെത്തുന്നതിന് മുൻപ് തന്നെ അന്ന് നടന്ന വിവരങ്ങൾ ഒട്ടും കുറവ് വരാതെ ചെറിയാച്ചൻ്റെ അടുത്ത് കൃത്യമായി എത്തി. റിൻസിയെയും മറ്റും നിരീക്ഷിച്ച ആളാണ് വിവരം കൈമാറിയത്. കാര്യമായി ഒന്നുമില്ല എന്നതുകൊണ്ട് ചെറിയാച്ചൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നാലും ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് ചോദിച്ചറിയണം എന്ന് മാത്രം വിചാരിച്ചു. സോജൻ തിരിച്ചെത്തിയപ്പോഴേക്കും 4 മണി ആയിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ ചെറിയാച്ചൻ ജ്വല്ലറിയിലുണ്ടായിരുന്നു. ഇവന് ഇത്രയും വൈകേണ്ട കാര്യമുണ്ടായിരുന്നു? ചോദിക്കണമല്ലോ. എന്തുപറ്റി സോജൻ ഇത്രയും താമസിച്ചത്? 1 മണിക്കൂർ കൂടി മുൻപേ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നീ പറഞ്ഞേച്ചു പോയതും കുറേ കൂടി നേരത്തെ വരുമെന്നല്ലേ? ഞാൻ അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഒരു ഊണ് കഴിക്കാൻ കയറിയ സമയം മാത്രമേ കൂടുതലായി വന്നുള്ളൂ. ഊണ് കഴിച്ചിറങ്ങിക്കഴിഞ്ഞ് പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് നിന്നും ബസ് കിട്ടിയത്. അത്രയും താമസമേ ആകെ വന്നിട്ടുള്ളൂ. താമസം വന്നത് അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിലാണ്. കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ? എന്നാലല്ലേ നമ്മുടെ നികുതി അത്രയും കുറയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റുകയുള്ളൂ. റിൻസി വരേണ്ട ദിവസമായിരുന്നു ഇന്ന്. സാധാരണ അവൾ വരുന്ന സമയമാവുകയും ചെയ്തു. അവളെയെങ്ങാനും കാണുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇനി നിങ്ങൾ ഒരുമിച്ചെങ്ങാനും ഒരു ബസ്സിനെങ്ങാനുമാണോ വന്നത്? നുണ പറയുന്ന സ്വഭാവം പൊതുവേ വളരെ കുറവായതുകൊണ്ട് സോജൻ ഉള്ള കാര്യം അതുപടി തന്നെ പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ കയറിയപ്പോൾ ബീനയും റിൻസിയും കൂടി ഊണ് കഴിക്കാൻ അങ്ങോട്ട് കയറി വന്നു. ഞങ്ങൾ 3 പേരും ഒരു ടേബിളിനു ചുറ്റും ഇരുന്നാണ് ഊണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഒരേ ബസ്സിന് വരികയും ചെയ്തു. ഇപ്പോൾ റിൻസി ഇവിടെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലുണ്ട്. ഇങ്ങോട്ട് പോരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. കിട്ടിയ വിവരങ്ങൾ അതുപോലെ തന്നെയാണ് ഇവനും പറഞ്ഞത്. എങ്ങനെ ഇവനെ അവിശ്വസിക്കും? എന്തെങ്കിലും കാരണവശാൽ നുണ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും സംശയിക്കാമായിരുന്നു. വെറുതെ സംശയം വിചാരിച്ചു, അത്ര തന്നെ. എന്നാൽ പോലും സംശയാലുവായ ചെറിയാച്ചൻ്റെ സംശയം അത്രയൊന്നും കൊണ്ട് പൂർണ്ണമായും തീർന്നില്ല. റിൻസിയോടും അയാൾ ചോദിച്ചു. അവളിൽ നിന്ന് കിട്ടിയ ഉത്തരവും സോജൻ പറഞ്ഞ അത് തന്നെയായിരുന്നു. അയാൾക്ക് വിശ്വാസമായി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. അന്നത്തോടെ സോജന് ഒരു കാര്യം മനസ്സിലായി. കോഴിക്കോട് താൻ എന്ത് ചെയ്താലും കൃത്യമായി ആ വിവരം ഇവിടെ അറിയിക്കാൻ മുതലാളി അവിടെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് നല്ലത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ഏർപ്പാടുകൾ ചെയ്യാതിരിക്കുകയാണ്. ഇനി അഥവാ റിൻസിയോട് സംസാരിക്കണമെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അല്ലാതെ ഇനി ഒരു പരീക്ഷണത്തിന് മുതിരാൻ കഴിയില്ല. ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതോ കണ്ടവൻ്റെ മനോധർമ്മം പോലെ കൂട്ടിപ്പറഞ്ഞോ എന്നും പറയാൻ പറ്റില്ല. തിങ്കളാഴ്ച ലോനപ്പൻ്റെ വക അന്വേഷണം വന്നു. അന്ന് പറഞ്ഞ കാര്യത്തിന് തീരുമാനമൊന്നും പറഞ്ഞില്ല. അക്കാര്യത്തെപ്പറ്റി ചോദിക്കാനാണ് വിളിച്ചത്. ചെറിയാച്ചൻ കൃത്യമായി കാര്യം പറഞ്ഞു. 2 വർഷം കൂടി അവൾക്ക് പഠനമുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയിൽ എത്തണം. അതും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം കഴിയൂ എന്നാണ് അവൾ പറയുന്നത്. നീ അതുപടി തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാൽ സംഗതി അതൊന്നുമല്ലടാ. റിൻസിയും നിന്റെ ജ്വല്ലറിയിലെ സോജനുമായി വലിയ അടുപ്പത്തിലാണ്. അവർ ഒരുമിച്ച് കോഴിക്കോട് കൂടി പല തവണയും നടക്കുന്നതും ബീച്ചിലിരുന്ന് സംസാരിക്കുന്നതുമൊക്കെ എൻ്റെ ആളുകൾ കണ്ടിട്ടുണ്ട്. അത് വെറും പരിചയത്തിൻ്റെ മാത്രം അടുപ്പമല്ല കേട്ടോ. ആദ്യമൊക്കെ ഞാനും അതൊരു സാധാരണ സംഭവമായിട്ട് മാത്രമേ കണക്കാക്കിയുള്ളൂ. എന്നാൽ ഇപ്പോഴുള്ള ഈ നിർബന്ധ ബുദ്ധി കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നു.
ചെറിയാച്ചൻ ആകെ സ്തബ്ധനായിപ്പോയി. ഇവനെയും അവിശ്വസിക്കുവാൻ പറ്റില്ല, റിൻസിയെയും അവിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും അവൻ പറഞ്ഞതിൻ്റെ ശരിയായ വിവരം അന്വേഷിച്ച് അറിയണം. ഇല്ലാതെ ഒരു തീരുമാനം പറയാൻ ഒക്കില്ല. അവൻ പറഞ്ഞത് അതുപടി തന്നെ വെള്ളം ചേർക്കാതെ വിഴുങ്ങാനൊന്നും തന്നെ കിട്ടില്ല. കൂട്ടുകാരനാണെന്നുള്ളതൊക്കെ ശരി, അതിലും വലുതാണല്ലോ രക്തബന്ധം. ഏതായാലും ഞാനൊന്ന് അന്വേഷിച്ച് കൃത്യമായ വിവരം അറിയട്ടെ ലോനപ്പ. അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താനുള്ള കഴിവെനിക്കുണ്ട്. നീ ഇത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവനാണെങ്കിലും പ്രായം അധികമൊന്നും ആയിട്ടില്ലല്ലോ. പ്രായം അധികമൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പേടിക്കാതിരിക്കും? മനസ്സ് എങ്ങോട്ടും തിരിയുന്നതാണ് പ്രായം. ഏതെങ്കിലും കാശിന് വകയില്ലാത്ത ഒരിടത്തു നിന്നുമാണ് അവൻ ഒരെണ്ണത്തിനെ വലിച്ചു കയറ്റി കൊണ്ടുവരുന്നതെങ്കിലോ ഞാൻ സഹിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യം വരുന്നതിന് മുൻപേ ഒരു കുടുക്കിട്ട് വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, നിനക്കും അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും അന്വേഷിച്ചിട്ടല്ലാതെ ഞാനൊരു തീരുമാനത്തിലെത്തില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. ലോനപ്പന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവൻ പറയുന്നതെല്ലാം കേട്ടുകൊള്ളാമെന്നൊന്നും താൻ വാക്കുകൊടുത്തിട്ടില്ല. കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് നിൽക്കാം. അതിനപ്പുറം കടന്നാൽ പാടില്ല എന്ന് പറയാൻ ചെറിയാച്ചന് അറിയാം, പറയുകയും ചെയ്യും. അന്ന് വൈകുന്നേരം അയാൾ വീട്ടിൽ വന്നത് നല്ല ദേഷ്യത്തിലാണ്. അക്കാമ്മ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അന്നേരം മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തോ കാര്യമായ പ്രശ്നമാണ് എന്ന് മാത്രം മനസ്സിലാക്കി അവർ പിന്തിരിഞ്ഞു. അത്താഴം കഴിഞ്ഞ് കിടപ്പുമുറിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അക്കാമ്മയോട് എല്ലാ കാര്യവും വിശദമായി പറഞ്ഞു. അവനല്ലേ ആ പെണ്ണിൻ്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ടെങ്ങാനും അവൾക്ക് അവനോട് എന്തെങ്കിലും പ്രത്യേക അടുപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അവർ തമ്മിലൊരു ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല. ലോനപ്പൻ ചേട്ടൻ നുണ പറയുമെന്നും തോന്നുന്നില്ല. ലോനപ്പൻ നുണ പറയില്ല എന്നൊന്നും തീർത്തു പറയാൻ എനിക്ക് പറ്റില്ല. എന്നാലും സോജൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കാനേ പറ്റില്ല. ഏതെങ്കിലും കാരണവശാൽ അവന് റിൻസിയെ ഇഷ്ടമാണെങ്കിൽ തന്നെ ആ ബന്ധത്തിൽ നിന്നും അവനോട് പിന്തിരിയാൻ പറയേണ്ടി വരും. കഞ്ഞിക്ക് വകയില്ലാത്ത ആ വീട്ടിലേക്ക് എങ്ങനെ ഞാൻ മകളെ പറഞ്ഞു വിടും? അതും എൻ്റെ പണിക്കാരൻ്റെ ഭാര്യയായിട്ട്. നമ്മളും ഒരു കാലത്ത് ഒന്നുമില്ലാത്തവരായിരുന്നു, അതാരും മറക്കണ്ട. നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? ഇപ്പോൾ പണക്കാരായി കഴിഞ്ഞപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുള്ളവരെ കാണുമ്പോൾ ഒരു അവജ്ഞ അല്ലേ? അതെല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. എന്നാലും അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം പറഞ്ഞാൽ അവൾ പറയുന്നതൊക്കെ ശരിയാണ്. ഞങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഇപ്പോൾ സോജനേക്കാൾ എത്രയോ മോശം അവസ്ഥയിലാണ് ഈ നാട്ടിലെത്തിയത്. എന്നാലും ഇപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിയില്ലേ? ഇനിയിപ്പോൾ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്? അതൊരു പാഴുപണിയല്ലേ? അതൊക്കെ ശരി തന്നെയാണ് അക്കാമേ. ഞങ്ങൾ വന്നത് എങ്ങനെയാണ്, പണക്കാരായത് എങ്ങനെയാണ് എന്ന വിവരമെല്ലാം കൃത്യമായി നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? എന്നതുകൊണ്ട് അതേ സാഹചര്യത്തിലേക്ക് മനസ്സോടെ മകളെ പറഞ്ഞുവിടാൻ നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ അവിടെ പോയി ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിനക്ക് സഹിക്കുമോ? എന്നാൽ ലോനപ്പൻ്റെ മകനുമായുള്ള ആലോചനയാണെങ്കിലോ? അവൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാവുകയില്ല. രാജകുമാരിയെപ്പോലെ അവിടെ ജീവിക്കാം. ആരുടെയും സന്തോഷം സമ്പത്ത് കണ്ടിട്ടൊന്നുമല്ല. സമ്പത്തുള്ള എത്രയോ പേർ സന്തോഷം എന്തെന്നറിയത്തില്ലാത്ത ജീവിതം നയിച്ചു കടന്നു പോകുന്നു. സമ്പത്തൊട്ടുമില്ലാത്ത എത്രയോ പേർ ജീവിതം ആസ്വദിച്ചു തീർക്കുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്നതൊന്നും ആയിരിക്കണമെന്നില്ല അവരുടെയും യഥാർത്ഥ മുഖം. ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് വേണ്ടാത്ത ഭാഗ്യം എന്തിനാണ് അവളെ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത് എന്നാണ്. കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അല്ല,
മറ്റൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. അവൾക്ക് വേണ്ടത് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം സമ്പാദിച്ചു വയ്ക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവൾക്ക് വേണ്ടത് സന്തോഷമാണ്. അത് കിട്ടുന്ന ഇടത്തേക്ക് അവൾ ചായും എന്നാണ് പറഞ്ഞത്. അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്കിപ്പോൾ നമുക്കുള്ള സമ്പത്തിനോട് വെറുപ്പാണ് എന്നല്ലേ? ആയിക്കോട്ടെ, എന്നാലും അവൾ പോയി ആ കുപ്പക്കുഴിയിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളോട് ചോദിച്ചിട്ട് അതുതന്നെയാണ് അവളുടെ തീരുമാനമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ ഇതിനുള്ളിൽ പൂട്ടിയിടും. എങ്ങനെ അവൻ ഇവിടെ വന്ന് അവളെ കൊണ്ടുപോകും എന്ന് എനിക്കൊന്ന് കാണണം. നാളെ മുതൽ അവനെ ജ്വല്ലറിയിൽ നിന്നുള്ള പണിയിൽ നിന്നും ഞാൻ പിരിച്ചുവിടും. പിന്നെ എങ്ങനെ അവൻ ജീവിക്കും എന്നെനിക്കൊന്ന് കാണണം. അച്ചായൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെല്ലാം മണ്ടത്തരമാണ്, പറഞ്ഞേക്കാം. ഒരു കാരണവശാലും ചെയ്യരുത്. അവന് നിങ്ങൾ വെറുതെ ശമ്പളം കൊടുക്കുന്നതല്ലല്ലോ. ജ്വല്ലറിക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നത് അവനല്ലേ. അവനെ കൊണ്ട് ചെയ്യിക്കാവുന്നതിൻ്റെ പരമാവധി പണിയെടുപ്പിച്ചിട്ടല്ലേ ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോഴും അവൻ്റെ സ്വാധീനത്തിലല്ലേ നല്ലൊരു ശതമാനം കച്ചവടവും നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരുന്നത്. അങ്ങനെയാണല്ലോ ഈ അടുത്ത ദിവസവും കൂടി പറഞ്ഞത്. ഇപ്പോൾ ഇനി അത് തിരുത്തി പറയണ്ട. ഇന്നുവരെ അവൻ നല്ലവനും ഉപകാരിയുമായിരുന്നു അല്ലേ? അവൻ പോയാൽ കുറച്ച് കച്ചവടം പോകുമായിരിക്കും. ബാക്കിയുള്ളത് തന്നെ ധാരാളമാണ് നമുക്ക്. ഇനി ഏതായാലും അവനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാനോ ശമ്പളം കൊടുക്കാനോ ഞാൻ തയ്യാറല്ല. അല്ലെങ്കിൽ വേണ്ട, റിൻസിയോടുകൂടി കാര്യം ചോദിച്ചിട്ട് തീർച്ചപ്പെടുത്തിയതിന് ശേഷമാകാം. അതുവരെ അവൻ അവിടെ നിൽക്കട്ടെ. അവൾ വരുന്നത് ശനിയാഴ്ചയല്ലേ? അന്ന് തന്നെ അവളോട് കാര്യം പറഞ്ഞ് തീരുമാനിക്കാം. അശേഷം ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അയാൾ ആ രാത്രി നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ തന്നെ സോജനോടുള്ള പെരുമാറ്റത്തിൽ വ്യക്തമായ വ്യത്യാസം കണ്ടു തുടങ്ങി. കാര്യമൊന്നുമില്ലാതെ ദേഷ്യപ്പെടുക, വളരെ പെട്ടെന്ന് തന്നെ കണക്ക് ചോദിക്കുക, കച്ചവടം കുറവായതിന് കുറ്റം പറയുക എന്നു തുടങ്ങി വളരെയധികം കുറ്റങ്ങളും കുറവുകളും മാത്രം. ഇന്നലെ വരെ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്നുണ്ടായ ഒരു മാറ്റം. അത്രയേ ഉള്ളൂ മുതലാളിമാരുടെ കാര്യം. മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ സോജൻ മനസ്സിൽ കണക്കുകൂട്ടി. താൻ പ്രതീക്ഷിച്ച തൻ്റെ പുറത്തേക്കുള്ള പോക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. അപ്പോൾ അതിന് മറുമരുന്ന് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിളിച്ചിരിക്കുന്ന ജ്വല്ലറിയിലേക്ക് പോയി അവരോട് കാര്യം പറഞ്ഞു വയ്ക്കാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇവിടെ നിന്നിറങ്ങി പോകേണ്ടി വന്നാൽ പിറ്റേ ദിവസം മുതൽ ഒന്നുമില്ലാതെ വരില്ലേ? അത് വരാൻ പാടില്ലല്ലോ. ശനിയാഴ്ച വൈകുന്നേരം റിൻസി വീട്ടിലെത്തി. മാനന്തവാടിയിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയത് ചെറിയാച്ചനാണെങ്കിലും പോയ വഴിക്ക് അവർ തമ്മിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. ഇത് വഴിക്ക് സംസാരിക്കാൻ കൊള്ളാവുന്ന വിഷയമല്ലല്ലോ എന്നായിരുന്നു ചെറിയാച്ചൻ്റെ വിചാരം. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുന്നത് കണ്ടപ്പോഴേ അക്കാമ്മയ്ക്കൊരു വിഷമം തോന്നി. അവർ റിൻസിയുടെ മുഖത്ത് നോക്കിയപ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് വഴിക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അക്കാമ്മ തീരുമാനിച്ചു. അപ്പോൾ പറയാൻ പോകുന്നത് മുഴുവൻ ഇവിടെ വെച്ചായിരിക്കും. താനും അതിന് സാക്ഷിയാകണമല്ലോ എന്നോർത്തിട്ടാണ് ഒരു വിഷമം. വൈകുന്നേരം കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ചെറിയാച്ചൻ വിഷയം അവതരിപ്പിച്ചത്. റിൻസിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച വിവരമല്ല. കോഴിക്കോട് നിന്നും ലോനപ്പൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ ശരി വിവരം എനിക്ക് അറിയണം. എന്തോ അപകടം വരുന്നതായി അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് തോന്നി. അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇവരെല്ലാവരും കൂടി ആയിരിക്കും മിക്കവാറും തനിക്കെതിരെ ചോദ്യശരങ്ങൾ എയ്യാൻ പോകുന്നത്. എന്തായാലും തോറ്റുകൊടുക്കാൻ പറ്റില്ല. വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് വരട്ടെ. അവരോട് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ റിൻസിക്ക് കഴിയുമോ? കഴിയുമായിരിക്കും അല്ലേ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.
ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കൂട്ടുകാരും കൂടി കേൾക്കട്ടെ എന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കേ.